ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോക്ക് താഴെ വളരെയധികം വിഷമത്തോടെ സങ്കടത്തോടെ എഴുതുന്ന ഒരു ദുആ വസിയത്താണ് ഉസ്താദെ, ഒരുപാട് കടങ്ങളുണ്ട്, കടം മാറാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ പരിശുദ്ധമായ മാസത്തിൽ കടം മാറാൻ ഏറ്റവും പവർഫുള്ളായ ഒരു ദിക്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഒരിക്കൽ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലിരുന്നിങ്ങനെ കരയുകയാണ്. മുത്തായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് കരയുന്നത്? നബിയെ, ഒരുപാട് കടമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു കൊടുത്ത ഒരു ദിക്റുണ്ട്, അത്ഭുതകരമായ ദിക്ർ. ആ ദിക്ർ പറഞ്ഞതിന് ശേഷം അബൂ ഉമാമ തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. എന്താണ് ആ മറുപടി? ഏതാണ് ആ ദിക്ർ? നമുക്കൊന്ന് പരിശോധിക്കാം. കടം കൊടുക്കൽ സുന്നത്താണ്, അത് തിരിച്ചു കൊടുക്കൽ നിർബന്ധവുമാണ്. എന്താണ് അങ്ങനെ വരാനുള്ള കാരണം? കടവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട സുപ്രധാനപ്പെട്ട ചില മസ്അലകളുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഉസ്താദെ ഒരുപാട് കടങ്ങളുണ്ട്, ഒരുപാട് കടം കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, എന്താണ് അതിനുള്ള പരിഹാരം? നമുക്കൊന്ന് പരിശോധിക്കാം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, വലനബ്ലുവന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്. ഈ അറബി അറിയാവുന്ന ആളുകൾക്കറിയാം, വലനബ്ലുവന്നക്കും, അവിടുത്തെ ആ നൂൻ തഅക്കീദിൻ്റെ നൂനാണ്. നിങ്ങളെ നിശ്ചയമായും അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷിച്ചേക്കാം എന്നല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബ്ലുവന്നക്കും ബിശൈഇൻ, ഒരു കാര്യം കൊണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ? പല പല കാര്യങ്ങളാണ്. ചിലപ്പോൾ അല്ലാഹു തആല നമുക്ക് രോഗങ്ങൾ തന്ന് പരീക്ഷിക്കാം, അല്ലെങ്കിൽ സമ്പത്ത് തന്ന് പരീക്ഷിക്കാം, സമ്പത്തില്ലാതെ പരീക്ഷിക്കാം. അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു, അതൊരു പരീക്ഷണമാണ്. നമുക്ക് കച്ചവടങ്ങൾ കുറഞ്ഞു വരുന്നു, അതും ഒരു പരീക്ഷണമാണ്. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ. പരീക്ഷണങ്ങളില്ലാത്ത ഒരാളും ലോകത്തില്ല. എത്ര വലിയ സമ്പന്നനോട് ചോദിച്ചാലും അയാൾക്കും ഉണ്ടാകും അയാളുടേതായ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ. അങ്ങനെ പരീക്ഷണങ്ങൾ നോക്കുമ്പോൾ അതിൽപ്പെട്ട അള്ളാഹുവിൻ്റെ വലിയൊരു അദാബാണ്, വലിയൊരു ബലാ ആണ് ദൈൻ എന്നുള്ളത്, അഥവാ കടം എന്നുള്ളത്. കടം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മഹാന്മാരായ സ്വഹാബിമാരിൽ പല ആളുകളും കടക്കെണിയിൽ പെട്ടുപോയി അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ദുആ ചെയ്യിപ്പിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരിക്കൽ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു വളരെ ശ്രേഷ്ഠനായ ഒരു സ്വഹാബിയാണ്. അദ്ദേഹം പരിശുദ്ധമായ ദുഹർ നമസ്കാരത്തിൻ്റെ ബാങ്കിന് ശേഷമാണ് സാധാരണ പള്ളിയിൽ വരാറുള്ളത്, നിസ്കരിക്കുന്നതിന് വേണ്ടി, ജമാഅത്തിന് വേണ്ടി. എന്നാൽ കുറച്ച് ദിവസങ്ങൾ ദുഹർ നമസ്കാരത്തിൻ്റെ ബാങ്കിന് മുമ്പേ പള്ളിയിലേക്ക് വന്ന് പള്ളിയുടെ മൂലയിലിരുന്ന് വുളുവെടുത്ത് നിസ്കരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഉറക്കെ ദുആ ചെയ്യുന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു, എന്താണ് അബൂ ഉമാമ നിൻ്റെ പ്രശ്നം? എന്താണ് ഇങ്ങനെ പതിവില്ലാതെ വന്ന് ഒരുപാട് ദുആ ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് കരയുന്നുണ്ടല്ലോ, എന്താണ് കാരണം? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, എനിക്കൊരുപാട് കടങ്ങളുണ്ട്. കടമുള്ളത് കൊണ്ട് എൻ്റെ വീടിൻ്റെ വെളിയിലേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ആളുകൾ വന്ന് എന്നോട് തിരിച്ച് പൈസ ചോദിക്കുകയാണ്, എൻ്റെ കയ്യിലാണെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കാനില്ല നബിയെ, ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് ദുആ മാത്രമാണ് അറിയാവുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തോളിൽ കൈയിട്ടിട്ട് പള്ളിയുടെ പുറത്തേക്ക് കൊണ്ടുവന്നു എന്നാണ്. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചതിന് ശേഷം ഒരു ദുആ പറഞ്ഞു കൊടുത്തു. ആ ദുആ മഹാനായ അബൂ ഉമാമ തങ്ങൾ തന്നെ ശേഷം ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, ഞാൻ ആ ദുആ ഒരു വാരത്തിൻ്റെ, ഒരാഴ്ചയുടെ ഒരു ദിവസം പറഞ്ഞ് ആ ആഴ്ച മടങ്ങി വന്നപ്പോൾ എൻ്റെ പകുതി കടം അള്ളാഹു വീട്ടി നൽകിയെന്നാണ്. അതായത് ഒരു തിങ്കളാഴ്ചയാണ് ആ ദുആ തുടങ്ങിയതെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയായപ്പോൾ പകുതി കടം അള്ളാഹു തആല മാറ്റി നൽകിയെന്നാണ്. അതെങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുക ഹദീസിൽ കാണാം, അതെങ്ങനെ വീട്ടി എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അതിങ്ങനെ ദുആ ചെയ്തപ്പോൾ അള്ളാഹു തആല എൻ്റെ കടം ഇങ്ങനെ മാറ്റിയെന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ദുആയാണ്.
ആ ദുആ ഞാൻ രാവിലെയും വൈകുന്നേരവും ഞാനത് പറയുമായിരുന്നു. നമുക്ക് പല ആളുകൾക്കും കാണാതെ അറിയാവുന്ന ദുആയാണ്. പല ഉസ്താദുമാരും നമസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ ദുആ ചെയ്യുന്നൊരു ദുആയാണ്. എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ആ ദുആ ഞാനൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് കടക്കണിയിൽ പെട്ടുപോയി. നമുക്കിന്ന് പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നവരാണ്. ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നു. എന്തേ? ഒരൊറ്റ കാരണം, കടക്കണിയിൽ പെട്ടുപോകുന്നു. ലോൺ എടുത്തു, ഒരുപാട് പൈസ പലിശയായി, ഒന്നും കൊടുക്കാനില്ല. അവസാനം ചെയ്യുന്നത് ആ ഭാര്യയും മക്കളെയൊക്കെ അനാഥരാക്കിയിട്ട് അവർ ആത്മഹത്യ ചെയ്യുകയാണ്. അല്ലാഹു തആല നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അവരുടെ അവസ്ഥകൾ വിശദീകരിക്കുന്നു. ഈ കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ വിശദീകരിക്കുന്ന ഒരുപാട് കമന്റുകൾ വായിക്കുമ്പോൾ കണ്ണീരോടുകൂടിയാണ് അത് വായിച്ച് തീർക്കാനാവുക. ചങ്ക് പിടയുന്ന വേദനയോടുകൂടിയായിരിക്കും അവർ ആ കമന്റുകൾ എഴുതി വെക്കുന്നത്. ഉസ്താദേ, ഭർത്താവിന് അസുഖമായിട്ട് കിടപ്പിലാണ്, ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് കടങ്ങളുണ്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല. കിട്ടുന്ന പൈസ, വീടിൻ്റെ ആധാരമൊക്കെ പണയം വെച്ചിട്ട് ഞങ്ങൾ ആ കിട്ടുന്ന പൈസ കൊണ്ട് ഭർത്താവിൻ്റെ രോഗത്തിനുള്ള ഷിഫാക്ക് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ ചിലവഴിക്കുകയാണ്. കടങ്ങൾ ബാക്കിയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. പറക്കമുറ്റാത്ത 2 മക്കളാണുള്ളത്. അങ്ങനെ ഒരുപാട് കമന്റുകൾ. അതുകൊണ്ട് ഈ ദുആ പറഞ്ഞാൽ ഏതായാലും നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൽ നിന്നൊരു മോചനം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എൻ്റെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ആ കമന്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കടം ഒരാൾ ചോദിച്ചാൽ അയാൾക്ക് കടം കൊടുക്കൽ സുന്നത്താണ്. ആ കടം വാങ്ങിച്ചാൽ അയാൾക്ക് തിരിച്ചു പൈസ കൊടുക്കൽ നിർബന്ധവുമാണ്. എങ്ങനെ? കടം കൊടുക്കൽ സുന്നത്തും അത് തിരിച്ചു കൊടുക്കൽ നിർബന്ധവുമാണ്. കാരണം കടം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. കൊടുത്താൽ നമുക്ക് പ്രതിഫലമുണ്ട്. കാരണം അയാളുടെ പ്രയാസഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അയാളെ സഹായിച്ചതാണ്. പക്ഷേ ചില ആളുകൾ കടം വാങ്ങിച്ചിട്ട് ഒരൊറ്റ മുങ്ങലാണ്. പിന്നെ അയാളെ മഷിയിട്ടാൽ പോലും കിട്ടൂല. ചില ആളുകൾക്ക് കടം കൊടുക്കാൻ ആളുകൾക്ക് പേടിയാൻ. കാരണം പള്ളിക്കുറ്റിയിൽ പൈസ ഇട്ടതുപോലെ നമ്മൾ കളിയാക്കി പരിഹസിച്ച് പലപ്പോഴും പറയാറുണ്ട്, പള്ളിക്കുറ്റി പൈസ ഇട്ടതുപോലെ പിന്നെ അത് തിരിച്ചു കിട്ടൂല എന്നതുപോലെ ചില ആളുകൾ കടം വാങ്ങിച്ചാൽ പിന്നെ ഞാൻ പൈസ വാങ്ങിച്ച ആളാണ് എന്ന ഒരു മുഖഭാവം അയാളുടെ മനസ്സിലും അയാളുടെ മുഖത്തുണ്ടാവില്ല. ആ ഒരു രീതിയിൽ അങ്ങനെയൊന്നും പാടില്ല. കാരണം നമുക്കത് ഹക്കാണ്. ഈ ദുന്യാവിൽ തന്നെ നമ്മൾ തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കണമെങ്കിൽ അതിൽ പറയപ്പെട്ടിട്ടുള്ളൊരു ഷർത്താണ് കടം വാങ്ങിച്ചാൽ കഴിയുന്ന വിധത്തിൽ അത് വീട്ടണമെന്നുള്ളത്. പിന്നെ ഒരാൾ കടം വാങ്ങിച്ചു, അയാൾക്ക് അത് തിരിച്ചു തരാനുള്ള സാമ്പത്തിക ശേഷിയില്ല, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭമില്ല എങ്കിൽ കടം വാങ്ങിക്കപ്പെട്ട ആൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ട്, ആ കടം വാങ്ങിച്ച ആൾക്ക് അത് വീട്ടിൽ തിരിച്ചു തരാനുള്ള അവസ്ഥയില്ല എങ്കിൽ ഞാൻ അയാൾക്ക് വിടുതി കൊടുക്കണമെന്നാണ്. കുറച്ച് മാസം കൂടി തരാം, അതിനുശേഷം എനിക്ക് തിരിച്ചു തരണം, ഞാനും പ്രയാസത്തിലാണ് എന്ന് നല്ല വാക്ക് പറയലും എന്താണ്? സുന്നത്താണ് എന്നാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് കടക്കാരായി മരിക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വേഗത്തിൽ നമുക്ക് ഈ കടങ്ങളൊക്കെ വീട്ടാനുള്ള അവസരങ്ങൾ, സാധ്യതകൾ അള്ളാഹു നമുക്ക് തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് ഉപകാരപ്പെടുന്ന ദുആയാണ്. എന്തുകൊണ്ടും അള്ളാഹു തആല നമ്മുടെ കടങ്ങൾ മാറ്റും. ഇനി പറയുന്ന ഈ ദിക്ർ പറഞ്ഞാൽ ഏതാണ് ആ ദിക്ർ എന്ന് നമുക്ക് നോക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ഏതാണ് ആ ദുആ? ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. ഒന്നുകൂടി കേട്ടോളി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. റഹ്മാനെ അല്ലാഹുവേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട് റബ്ബേ, ഒരുപാട് ദുഃഖമുണ്ട്, ഒരുപാട് ഹമ്മ്, ക്ലേശം, വിഷമമുണ്ട്, അതൊക്കെ നീ മാറ്റിത്തരണേ അല്ലാ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, മടിയത്തൊട്ട്, മടിയനായി പോകുന്നതിനെ തൊട്ട്, വെറുതെ ഇരുന്ന് സമയം കളയുന്നതിനെ തൊട്ട് അല്ലാഹുവേ എന്നെ നീ കാക്കണേ അല്ലാ. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. റഹ്മാനെ, ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷേ അത് ദീനിന് വേണ്ടി ചിലവഴിക്കാൻ സാധിക്കുന്നില്ല, ബുഖുലാൻ, പിശുക്കാൻ, അതിനെ തൊട്ട് നീ കാക്കണേ അല്ലാ. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അല്ലാഹുവേ, ഒരുപാട് കടങ്ങളുണ്ട്,
ഒരുപാട് തീരാത്ത കടങ്ങൾ, തീർത്താൽ തീരാത്ത കടങ്ങൾ, ആ കടത്തിൻ്റെ ആധിക്യത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. വഖഹരി റിജാൽ, അള്ളാഹുവേ ഈ കടക്കാരായ ആളുകൾ വന്ന് അവരുടെ ആധിപത്യം ഞങ്ങളിലേക്ക് സ്ഥാപിക്കുന്നതിന് മുമ്പ്, ചില ആളുകളുണ്ടല്ലോ കടം വാങ്ങിച്ചിട്ട് കടം കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആ കടം വാങ്ങിക്കപ്പെട്ട ആൾ വന്ന് അവരുടെ വീട് സാധനങ്ങൾ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ആട്ടിപ്പായ്ക്കുന്നു, ബാങ്കിൽ നിന്നും ജപ്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയാണ്. അല്ലാഹുവേ വഅഊദു ബിക മിൻ ഗലബത്തിദ്ദൈനി വഖഹരി റിജാൽ, റഹ്മാനെ വലിയ കടം, ഗലബത്തിദ്ദൈൻ വലിയ കടത്തെ തൊട്ടും അതുപോലെ തന്നെ ആ കടക്കാർ വന്ന് ഞങ്ങളോട് കർക്കശ്യം കാണിക്കുന്ന ആ ഒരു സ്വഭാവത്തെ തൊട്ടും അല്ലാഹ് നീ ഞങ്ങളെ കാക്കണേ എന്നാണ് ഈ ദുആഇൻ്റെ അർത്ഥം. ഒന്നുകൂടി പറയാം, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ആദ്യം ഇത് കേൾക്കുമ്പോൾ വലിയ പ്രയാസമായിട്ട് തോന്നും. ഒരു പ്രയാസവുമില്ല. ഇത് കേട്ട് മലയാളത്തിൽ എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ദുആ ചെയ്യുക, അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ, അല്ലെങ്കിൽ എഴുതിയെടുത്തോ, മനപ്പാടമുള്ളവർ അങ്ങനെയോ, അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ, എങ്ങനെയാണെങ്കിലും ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് തന്നെ അത് മനപ്പാടമാകും. ശബ്ദം കേൾക്കുന്ന എൻ്റെ ഉപ്പമാരും എൻ്റെ ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്, എൻ്റെ ഉമ്മമാർക്ക് ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും. നിസ്കാരമില്ല ഉസ്താദെ, എന്താണ് ചെയ്യേണ്ടത്? ഒരു പ്രയാസവുമില്ല. ഇതൊന്നും ഖുർആനിക ആയത്തല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഓതാവുന്നതാണ്. അതുകൊണ്ട് ഈ ദുആ ഇങ്ങനെ പറയുക. അല്ലാഹു തആല മഹാനായ അബൂ ഉമാമ തങ്ങളുടെ ആ കടങ്ങൾ മഹാനറിയാതെ അല്ലാഹു മാറ്റിക്കൊടുത്തതുപോലെ ഇത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കടങ്ങളും അല്ലാഹു തആല മാറ്റി നൽകും. ഇത് പരിശുദ്ധമായ മുഹറം മാസമാണ്. ഒരുപാട് പ്രവാചകന്മാർക്കും അല്ലാത്തവർക്കും അല്ലാഹു ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് നിഅമത്തുകളും കൊടുത്ത മാസമാണ്. അതുകൊണ്ട് നമുക്കും നിഅമത്ത് നൽകും. ഈ കടങ്ങളൊക്കെ മാറി വലിയ സന്തോഷമുണ്ടാവണം. ആ ഒരു നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് ഈ ദുആ നിങ്ങൾ പറയുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ്ദൈനി വഖഹരി റിജാൽ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കടം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഒരാൾ മരിച്ച് മയ്യത്ത് നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നബി തങ്ങൾ ആദ്യം ചോദിക്കും, ഇദ്ദേഹത്തിന് വല്ല കടവും ബാക്കിയുണ്ടോ, ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ? അപ്പോൾ ചില ആളുകൾ പറയും നബിയെ ഒന്നുമില്ല. എങ്കിൽ നബി തങ്ങൾ അപ്പോൾ തന്നെ കൈകെട്ടി നിസ്കരിക്കും. ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ട് എങ്കിൽ ആരാണോ വാങ്ങിക്കാനുള്ളത് അയാളെ കൊണ്ടുവന്ന് പറയിപ്പിക്കും. ഒന്നുകിൽ ഇയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തു, അല്ലെങ്കിൽ അയാളുടെ മരിച്ച ആളുടെ അനന്തരാവകാശികളെ കൊണ്ട് അത് സെറ്റിലാക്കും. ഞാൻ കൊടുത്തോളാം എന്ന് മകനെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ നബി തങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുണ്ട്, ഒരു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചാൽ എന്തെങ്കിലും കടങ്ങളൊക്കെ ബാധ്യതകൾ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പൊരുത്തപ്പെട്ട് കൊടുക്കുക, ഇനി ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ നിങ്ങൾ മക്കളുമായി ബന്ധപ്പെടുക എന്ന് നമ്മൾ സാധാരണ ഉസ്താദുമാർ പറയാറുണ്ട്. അത് ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് കടക്കാരനായി മരിച്ചാൽ പിന്നെ വലിയ പ്രയാസമാണ്. ഒന്നുകിൽ അയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണം, ആ കടം വാങ്ങിക്കപ്പെട്ട ആൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ മക്കളോ പേരക്കുട്ടികളോ മരുമക്കളോ അത് വീട്ടിൽ കൊടുക്കണം, അല്ലെങ്കിൽ വലിയൊരു പ്രയാസമായിരിക്കും ഖബറിൽ ഉണ്ടാവുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതൊന്നുമില്ലാതിരിക്കാൻ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ദുആക്ക് അല്ലാഹു തആല വലിയ ശ്രേഷ്ഠത നൽകുന്ന ഈ സമയത്ത് നമുക്ക് ഈ ദുആ പറയാവുന്നതാണ്. അതുകൊണ്ട് ഈ ദുആ ഒരുപാട് പറയുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ്ദൈനി വഖഹരി റിജാൽ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകളുണ്ട്, അവരുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതൊന്നും ആരോടും പറയില്ല. അത് നല്ല കാര്യമായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ളവർ അറിയണേ എന്നൊരു തോന്നലുണ്ടാകും. എന്നാൽ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹിനോട് പറയണമെന്നാണ്. അപ്പം ചില ആളുകൾ ചോദിക്കും, നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹ്ക്ക് നമ്മൾ പറയാതെ തന്നെ അറിയാമല്ലോ ഉസ്താദെ. അങ്ങനെയല്ല, മനുഷ്യനൊരു സ്വഭാവമുണ്ട്, അവനിക്ക് ചോദിക്കും തോറും കൊടുക്കാൻ മടിയാണെന്നാണ്. നമ്മൾ ഒരാളോട് 10 രൂപ ചോദിച്ചു, അയാൾ തന്നു, പിന്നെയും ചോദിച്ചു, പിന്നെയും തന്നു, പിന്നെയും ചോദിച്ചു, പിന്നെയും നാലാമത് ഇനി ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് തരുക. എന്നാൽ അള്ളാഹ് അങ്ങനെയല്ല. ഒരു പ്രാവശ്യം ചോദിച്ചു, ചിലപ്പോൾ അള്ളാഹ് ആ സമയത്ത് ഉത്തരം തന്നില്ലായിരിക്കാം. പിന്നെയും ചോദിക്കും തോറും അള്ളാഹിനോട് നമ്മൾ പ്രയാസങ്ങൾ തുറന്ന് പറയും തോറും അള്ളാഹുവിന് കൂടുതൽ നമ്മളോട് ഇഷ്ടം തോന്നുകയാണ്. അതുകൊണ്ട് ചില ആളുകൾ ഈ ദുആയൊന്നും അങ്ങനെ പറയാറില്ല. എൻ്റെ പ്രയാസമൊക്കെ പടച്ചോൻ അറിയാമല്ലോ, പടച്ചോൻ അങ്ങനെ തീർക്കട്ടെ. അങ്ങനെ ഒരു ബന്ധമല്ല നമുക്ക് അള്ളാഹിനോട് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, ചെരുപ്പിൻ്റെ വാറ്
നമ്മൾ ഇടുന്ന ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും അല്ലാഹ് എൻ്റെ ചെരുപ്പ് പൊട്ടി എന്ന് പറയണമെന്നാണ്. അല്ലാഹ് എൻ്റെ ചെരുപ്പ് പൊട്ടി. കാരണം ചെരുപ്പ് നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ കാലിനോട്, നമ്മുടെ ശരീരത്തോട് എത്രമാത്രം ചേർന്നിരിക്കുന്നു, അതിനേക്കാൾ ചേർന്നിരിക്കുന്നവനാണ് പടച്ചവൻ. അതുകൊണ്ട് അള്ളാഹിനോട് പറയണമെന്ന് എന്ത് കാര്യമുണ്ടെങ്കിലും അള്ളാഹിനോട് പറയുക. അത് കടമാവട്ടെ, എന്ത് പ്രയാസമാവട്ടെ, രോഗമാവട്ടെ, അല്ലാഹ് ഇത് നീ മാറ്റിത്തരണേ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ദുആ, ഈ ഒരു ദിക്ർ, അത് നമുക്ക് ദിക്റായിട്ട് പറയാം. നമ്മൾ നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തൊക്കെ ദിക്റായിട്ട് പറയാം. അതോടൊപ്പം തന്നെ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ 2 റക്അത്ത് നിസ്കരിച്ച് അതുപോലെ കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് നമ്മൾ സ്വലാത്തും ഹംദൊക്കെ പറഞ്ഞിട്ട് നല്ല മലയാളത്തിൽ നമുക്കിങ്ങനെ പറയാം. അല്ലാഹുവേ പടച്ചോനെ ഒരുപാട് കടമുണ്ട് റബ്ബേ, അതൊക്കെ നീ വീട്ടിൽ തരണേ അല്ലാ. കടക്കാരനായി നീ എന്നെ മരിപ്പിക്കല്ലേ അല്ലാ. ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ മക്കളെ ഇടങ്ങേറാക്കുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ എന്നൊക്കെ ഇങ്ങനെ മനസ്സറിഞ്ഞ് പറയുക. അതോടൊപ്പം തന്നെ അറബിയിൽ ഈ പറയുന്ന ദുആ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിങ്ങനെ നോക്കി ദുആ ചെയ്താൽ മതി. കാരണം ഇത് ഹദീസിലുള്ള നബിതങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞ ഒരു ദിക്റാണ്. അത് പറയുന്നതിന് പ്രത്യേക ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് ഈ ദിക്ർ എഴുതി നമുക്ക് മലയാളത്തിൽ അതിങ്ങനെ 1-2 പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമുക്കത് മനഃപ്പാടമാകും. ആ ദുആ ഇങ്ങനെ പറയുക. അല്ലാഹു തആല നമ്മുടെ കടങ്ങളൊക്കെ മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. കടത്തിൻ്റെ കാര്യം മാത്രമല്ല, നമുക്കൊരുപാട് വീടില്ല, അതുപോലെ മക്കളെ കെട്ടിക്കാനുണ്ട്, മക്കളില്ല, അതുപോലെ ജോലിയുടെ കാര്യം ശരിയാവുന്നില്ല, പ്രവാസികളായ ഒരുപാട് സഹോദരന്മാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അവർക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്. എല്ലാ പ്രയാസങ്ങളും അള്ളാഹിനോട് ചോദിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പ്രയാസങ്ങൾ, രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എന്ത് രോഗമാണോ പടച്ചോനോട് പറയുക. അത് മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല ശിഫ നൽകും. നമ്മൾ ചോദിക്കണം. അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കമൻറ്റിലൂടെ ആരൊക്കെ ദുആ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ടോ മുഴുവൻ ആളുകളുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. കടങ്ങളെ മാറ്റുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കട്ടെ. ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. അതുപോലെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ.